ഈ ഒരു ഏരിയയിൽ സത്യം പറഞ്ഞാൽ വരാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ പതിയെ പോകുന്ന ബോട്ടൊക്കെ ഉണ്ട്. അതിന്റെ ഷോർട്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി മാൻമെയ്ഡ് ആണ്. നമുക്ക് വെനീസിലൊക്കെ നാച്ചുറലി ആണല്ലേ, പക്ഷെ ഇത് ആ ഒരു രീതിയിൽ തന്നെ ഇവര് ബിൽഡ് ചെയ്ത് അങ്ങനത്തെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വെച്ചേക്കും. നല്ലൊരു സർക്കിൾ ചെയ്തിട്ട് അങ്ങ് പോയിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ടോടെ പോയി കാണാം. ഒരുപാട് ലെങ്തിലുണ്ട്. ഈ വാക്ക് വേയുടെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഇതെല്ലാം കണ്ടു പോവാം. ഇതിലേക്കൂടെ കപ്പിൾസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ വെള്ളത്തിലുള്ള സഫാരി ഉണ്ട്. അത് നല്ല റോസാപ്പൂഒക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്ത് നമ്മൾ കാശ്മീരിലേക്ക് കാണുന്ന അതേ ഒരു വൈബ്. തൊട്ടടുത്തായിട്ട് വെനീസ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് സൈഡിൽ പല ആൾക്കാരും ടൂറിസ്റ്റുകളൊക്കെ ഇരുന്നിട്ട് ഷീഷ വലിക്കുന്നവരുണ്ട്, കോഫി കുടിക്കുന്നവരുണ്ട്. നല്ല എന്താ പറയുക, ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. സമാധാനമാണ് ഈ നാട്ടിലെ മെയിൻ. വീക്കെൻഡ്സ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ്. എന്നാൽ തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ഫാമിലീസ് ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ നമ്മൾ മിക്ക പേരൻസിൻ്റെ അടുത്തൊന്നും കേൾക്കുന്ന ഒരു കൺസേൺ ഉണ്ട്, പെൺകുട്ടികൾക്ക് സേഫ് ആണോ. നമ്മൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിള് മെൻസ് ഒന്നും ഇല്ലാണ്ട് ലേഡീസ് മാത്രമായിട്ട്, ഈവൻ ഒരു ലേഡി അവർ ഓൺ കുഞ്ഞുമായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടില്ലേ. അങ്ങനെ ആണുങ്ങളൊന്നും ഇല്ലാതെ ലേഡീസ് മാത്രമായിട്ട്, അതിപ്പം ഇന്ത്യൻസ് ടൂറിസ്റ്റുകളായിക്കോട്ടെ ഇവിടുത്തെ നാട്ടുകാരായിക്കോട്ടെ ഒക്കെ ലേഡീസിൻ്റെ ഗ്രൂപ്പ് മാത്രമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ നൈറ്റും കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ടൈമിലും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം എത്ര സമയമായി ഇവിടെ? ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 7:30 ഒരു 8 ഒക്കെ ആകുമ്പോഴേ ഇരുട്ടുള്ളൂ. അത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കൊണ്ടാണ്. നമ്മൾ ഈ വന്ന ദിവസങ്ങളായിട്ട് ഒരു 8 മണി വരെയൊക്കെ ഇരുട്ടാറേ ഇല്ല. സൺസെറ്റ് ഒരു 6:30 7 ഒക്കെ ആകുമ്പോൾ ആവുന്നുണ്ടെങ്കിലും ഇരുട്ടുന്ന അത്രയും ടൈം എടുത്തിട്ടാണ്. എന്നാൽ പോലും നമ്മൾ നല്ല ഒരുപാട് ലേഡീസ് ഗ്രൂപ്പുകളെ നമ്മൾ കാണാറുണ്ട്. അവർ ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻസ് ആയിക്കോട്ടെ ഇവിടുത്തെ ആയിക്കോട്ടെ എല്ലാവരും. അതുകൊണ്ട് ഈ കൺട്രി അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളിവിടുത്തെ എല്ലാ ഏരിയയിലും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഒരു ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കാര്യം. അത് ഈ ഒരു ബാക്കു സിറ്റിയിൽ നിന്നല്ല ഏതൊരു കോർണറിൽ പോയാൽ കഴിഞ്ഞാലും ഒരു വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഓരോ ഏരിയയിൽ ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ, എന്നുവെച്ചാൽ നമ്മൾ പക്ഷേങ്കിൽ നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ല. പക്ഷെ എവിടെ പോയാലും ഏത് ടൈമിൽ പോയാലും രാത്രി പോയാലും പകല് പോയാലും ഉച്ചയ്ക്ക് പോയാലും ക്ലീൻ ആയിരിക്കും.